ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം വേറൊന്നുമില്ല, ചാനലിന് വ്യൂ കുറവാണ്, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്കും കാണും. 5 ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ 5 ടിപ്പ് നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ചാനലിന് ഇതൊന്ന് നല്ല യൂസ്ഫുൾ ആവും. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എന്ത് വീഡിയോ ഇടണം എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ആ ഒരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസ് കയറത്തുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കണം. അവരൊരു തംബ്നെയിൽ കാണുമ്പോൾ വിചാരിക്കും ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ ആ ഒരു വീഡിയോയ്ക്ക് ഒരു നല്ലൊരു കണ്ടൻറ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യൂസ് കയറുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കയറണം, സബ്സ്ക്രൈബേഴ്സ് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗുഡായിട്ടുള്ള ഒരു നല്ല രീതിയിൽ നമ്മൾ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നറിയണം. അതുപോലെ അപ്ലോഡ് ചെയ്യുന്നൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറുന്നതായിരിക്കും. ഇപ്പോൾ പുതിയ ഒരു കാര്യമാണ്, ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒന്നാണ് അൽഗോരിതത്തിൽ ഇപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചാനലിൽ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്താലേ വ്യൂസ് കയറത്തുള്ളൂ, ഈ സെറ്റിങ്സ് ചെയ്താലേ നിങ്ങൾക്ക് വ്യൂസ് സബ്സ്ക്രൈബേഴ്സും കയറത്തുള്ളൂ എന്നൊരു രീതിയിൽ ഇപ്പോൾ പുതിയൊരു അൽഗോരിതം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അതുപോലെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു കൺസിസ്റ്റൻസി വേണം. അതായത് നിങ്ങളുടെ ചാനലിൽ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്, അതായത് നിങ്ങളുടെ പ്രേക്ഷകർ, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങളുടെ വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആയിരിക്കും. അത് ഒരു ടൈമിലാണ്. ആ ഒരു ടൈം എപ്പോഴെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടൈമിൽ, ഇപ്പോൾ ഒരുപക്ഷെ ആ ഒരു ടൈമിലാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ വ്യൂസ് സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ YT സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ഷോർട്സ് ആയിക്കോട്ടെ, നമ്മുടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു നല്ലൊരു എഡിറ്റിംഗ് ആപ്പും മെയിനായിട്ടും വേണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇൻഷോട്ട്, പിന്നെ VN എഡിറ്റർ, KineMaster, അങ്ങനത്തെ കുറച്ച് എഡിറ്റിംഗ് ആപ്സ് ഉണ്ട്. ഇത് മൂന്നും വളരെ നല്ലൊരു ആപ്പാണ്. പിന്നെ അതേപോലെ തന്നെ CapCut, ആ ഒരു എഡിറ്റിംഗ് ആപ്പ് നല്ലതാണ്. പക്ഷെ നമ്മളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്പില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇൻഷോട്ട്, KineMaster, അതേപോലെ തന്നെ VN എഡിറ്റർ, ഈ 3 ആപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ എഡിറ്റിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിനനുസരിച്ച് എഡിറ്റിംഗ് വീഡിയോസ് എങ്ങനെ ചെയ്യണം, ആ ഒരു ആപ്പും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരാം കേട്ടോ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളിപ്പം ആരെങ്കിലും യൂട്യൂബ് ചാനൽ നിർത്തി പോകണം എന്ന് കരുതിയവർ കാണും, നിർത്താൻ വേണ്ടി നിൽക്കുന്നവർ കാണും. സോ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കയറുന്നതായിരിക്കും, സബ്സ്ക്രൈബേഴ്സ് കയറുന്നതായിരിക്കും, വാച്ച് അവർ കയറുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഇപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് വ്യൂസ് വരുന്നുണ്ട്. നമുക്കിപ്പം ഒരു വീഡിയോയ്ക്ക് വ്യൂസിലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് സാധാരണമാണ്, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് എപ്പോഴും എല്ലാവരുടെ ചാനലിലും ഒരേ രീതിയിൽ നല്ല ഹൈപ്പ് കൊടുത്തിട്ട് വീഡിയോയ്ക്ക് ഒരിക്കലും വ്യൂസ് കയറത്തില്ല. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് വ്യൂസ് കയറത്തുള്ളൂ. ഒരു കാര്യം എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പലരും ഇങ്ങനെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ കൂട്ടാക്കാമോ, അത് പുതിയതായിട്ട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സാണ്. അപ്പം അവർ പറയുന്നത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പറയും. അപ്പം നിങ്ങളുടെ ഒരു മൈൻഡിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. അതുപോലെ തന്നെ വ്യൂസാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. സബ്സ്ക്രൈബേഴ്സ് വേണം, അത് ആവശ്യം തന്നെയാണെങ്കിൽ. സബ്സ്ക്രൈബേഴ്സ് മാത്രമായതുകൊണ്ട് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ ആവും ഒന്നും ചെയ്യത്തില്ല. നല്ല വ്യൂസ്, വാച്ച് അവർ ഒക്കെ ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത്, ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നല്ലൊരു രീതിയിൽ തന്നെ നിങ്ങളുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ വാച്ചറോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്നത് വരെ ബൈ.